ഇന്ന് ഞാനേ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മളെല്ലാവരും പേപ്പർ സോപ്പ് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ദോഷം നമ്മുടെ കൈമേലേക്ക് ചായ ഇളകണം എന്നുള്ളതൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ അതൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ അതിൽ ഒരുപാട് ഷോപ്പുകളിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. തൃശ്ശൂർ പോകുമ്പോഴും ഒരുപാട് ഷോപ്പിൽ കണ്ടു ഞാൻ പേപ്പർ സോപ്പ്. അപ്പോൾ എനിക്കതിനോട് എന്തോ ഒരു യോജിപ്പില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു ബോട്ടിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് ഞാൻ കഴുകി, ഇത് വെളിച്ചെണ്ണയുടെയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു വെളിച്ചെണ്ണയുടെ ഡപ്പ കിട്ടുമല്ലോ, അതേപോലെ നമുക്ക് ചെറിയൊരു സോപ്പ് കഷ്ണവും കിട്ടും. അപ്പോൾ അത് നമ്മുടെ അമലയിലൊക്കെ ഉണ്ട്, വേറെ ഹോസ്പിറ്റലുണ്ടോ ഒക്കെ അറിയില്ല. അപ്പോൾ അവിടെ ആ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ ഞാനത് കഴുകി ഉണക്കിയെടുത്തു. അപ്പോൾ ഞാൻ ആ ചന്ദ്രികയുടെ സോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയൊരു കഷ്ണം, 10-15 രൂപയുടെ അത്ര ചെറിയൊരു കഷ്ണം. അപ്പോൾ ആ കഷ്ണം എടുത്തിട്ട് ഞാൻ ഇതിൽ കഷ്ണം ചെറിയ ചെറിയ പീസുകളാക്കി. ചെറിയ പീസുകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ പീസുകളാക്കി. അപ്പോൾ നിങ്ങൾക്കത് ഇതിനും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ ആ സോപ്പിൻ്റെ പകുതി എടുത്തിട്ട്, ഇത് ഫുള്ളും ഇല്ല കേട്ടോ, ആ സോപ്പിൻ്റെ പകുതിയാണ്. പകുതി എടുത്തിട്ട് ഇതേപോലെ ഞാൻ ചെറിയ സോപ്പ് കഷ്ണങ്ങളാക്കി ഇട്ടു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ മോൾക്കായാലും ചേട്ടൻ ആർക്കായാലും നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏത് ബാഗാണോ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ആ ബാഗിൽ വെക്കുക. അപ്പോൾ നമുക്ക് പേഴ്സാണോ പേഴ്സിൽ വെച്ച് പോകാം. അപ്പോൾ നമുക്ക് ചെറിയൊരു സോപ്പ് എടുക്കാം. അപ്പോൾ ചായ ഇളകി അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. പേപ്പർ സോപ്പ് ആകുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് കളറാവണ കയ്യിൽ. അപ്പോൾ അതിനോടൊക്കെ എന്തോ താല്പര്യമില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സോപ്പ് മേടിച്ച് ഇതേപോലെ നമുക്ക് കഷ്ണാക്കിയിട്ട് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. ചെറിയൊരു കഷ്ണം വേണ്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ അങ്ങനെയാക്കി ഞാനത് ബോട്ടിലിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് പെയിൻ്റ് അടിച്ച് അതേപോലെ ഒരു ഡോട്ടൊക്കെ ഇട്ട് ചെറിയൊരു ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് നടക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.